എവറിവൺ വെൽക്കം ടു ഹഷറിൻ. അപ്പം ഇന്നൊരു നൈറ്റ് റൊട്ടീനാണ്. അങ്ങനെ വല്ലാതെ നൈറ്റ് റൊട്ടീൻ എന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാനും ഉമ്മയും കൂടി ഇന്ന് വൈകുന്നേരം ടെറസിൻ്റെ മുകളിൽ പോയിട്ട് കുറച്ച് പേരൊക്കെ പൊട്ടിച്ചിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നൈറ്റായപ്പോൾ വിചാരിച്ചു അത് മുറിച്ചുകൊണ്ട് ഉപ്പും മുളക് പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. കാരണം വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ അത് മുറിച്ചുകൊണ്ട് റൂമിലോട്ടാണ് വന്നത്. റൂമിലോട്ട് വന്നാണ് ഞാൻ കുറച്ച് നേരം ഈ ഒരു കഥ ബുക്ക് വായിച്ചിരുന്നു. എന്താണ് ടോൾസ്റ്റോയ് കഥകൾ അങ്ങനെ എന്താണ് പേര് ഉള്ള ഏതോ ഒരു കഥയാണ് ഞാൻ വായിച്ചത്. സാധാരണ ഈ പരിപാടിയൊന്നും ഈ കഥ ബുക്ക് ബുക്കേ ഞാൻ വായിക്കലില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയേ ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് വേറെ ഒരു പരിപാടിയില്ല. സാധാരണ ഞാൻ ടൈമിലൊക്കെ ഫോൺ തോണ്ടിയിരിക്കേക്കാരം. പക്ഷെ ഫോൺ തോണ്ടലാണെന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണിലാണ്. അപ്പോൾ എന്തായാലും അതൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കഥ ബുക്കൊക്കെ വായിച്ചിരിക്കാമെന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ വയറ്റിലോട്ടുള്ളതും നടക്കുന്നുണ്ട്. ഞാൻ മുറിച്ചിടുന്ന പേരക്കയും അതൊക്കെ അതിൻ്റെ ഇടയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ഒരു മിറർ, ആ മിററാണിത്. ഇതിൽ ഞാൻ ലൈറ്റ് ഓഫാക്കിയാണ് അതിൻ്റെ ആ ലൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റോസ് പൂ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ ഫോട്ടോ വെക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു റോസ് പൂ ഉണ്ട്. അത് പക്ഷേ ഇങ്ങനെ നല്ല അടുത്തുനിന്ന് എടുക്കുമ്പോഴേ ആ ഒരു റോസ് കാണുന്നുള്ളൂ. അല്ലാതെ ലൈറ്റ് നല്ലോണം കണ്ട് അടിക്കണമുണ്ട് നല്ല രീതിക്ക് ആ റോസ് പൂ തീരെ കാണുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് പോകുമ്പോൾ ആ റോസ് കാണുന്നുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ് ഇടാതെ അതിൻ്റെ ആ ഒരു ലൈറ്റിൽ തന്നെ ഈ ഒരു പുസ്തകം അങ്ങനെ ഇരുന്ന് വായിക്കാനാണ് ഞാൻ കുറച്ച് നേരം വായിച്ചതിന് ശേഷം നേരെ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാണ്ടായിരുന്നു ചോറ്, പിന്നെന്താ ചിക്കൻ കറി, പിന്നെ പപ്പടം പൊരിച്ചതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയി റൂമിലോട്ട് തന്നെ പോയി ആ ലൈറ്റ് മാത്രം ഇട്ട് ബാക്കി റൂമിലത്തെ വേറെ ലൈറ്റ് ഒന്നും ഇടാതെ ഓഫാക്കിയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഒരു അനിമ ഇതിൻ്റെ പേരൊന്നും ഓർമ്മ എന്തായാലും ഫുള്ളൊന്നും കണ്ടില്ല, കുറച്ച് പകുതിയേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരെ പോയി കൊണ്ട് ഇഷാ നിസ്കരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ദിക്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ വെക്കേഷനൊക്കെ എങ്ങനെയുണ്ട്, വെക്കേഷൻ പ്ലാൻസൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. പിന്നെ കുറേ ആൾക്കാർ ഓണപ്പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും, ചിലരൊന്നും ഓണപ്പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനതിൻ്റെ കെട്ടിടത്തിന് കെട്ടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം കളർ കോഡ് ആക്കാമെന്നൊക്കെ വിചാരിച്ച് ബ്ലാക്കൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നേരെ പിന്നെ അവർ പറഞ്ഞു കളർ ഇടാം പക്ഷേ കളർ കോഡ് പറ്റില്ല എന്ന്. അതുകൊണ്ട് ഞാൻ കെട്ടിടത്തിന് ഇടാഞ്ഞ് പിന്നെ നേരെ ഞാൻ സ്കിൻ കെയർ ചെയ്തു. പക്ഷേ സ്കിൻ കെയർ ഞാൻ സാധാരണ ചെയ്യലേ ഇല്ല. പ്രത്യേകിച്ച് ഈ ഫേസ് വാഷൊന്നും എൻ്റെ ഫേസിന് പറ്റിയില്ല. കാരണം പെട്ടെന്ന് കുരു വരും. ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടെന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ അത് കാണിക്കണേ. പിന്നെ ആലോവേറ ജെല്ലും ഞാൻ ഇടലില്ല. ഞാൻ ഇതിൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഏതിലോ ഒന്നിൽ സ്കിൻ കെയർ കാണിച്ചപ്പോഴും ഞാൻ അത് പറഞ്ഞിരുന്നു. പിന്നെ ഈ വൈപ്സ് ഞാൻ യൂസ് ചെയ്യലുണ്ട്. നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ സ്മെല്ലും നല്ല അടിപൊളിയാണ്. വൈപ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ രണ്ടും ഞാൻ വെറുതെ വീഡിയോക്ക് മാത്രം കാണിക്കണമെന്നേ ഉള്ളൂ. ഞാൻ അത് രണ്ടും യൂസ് ചെയ്യലേ ഇല്ല. സ്കിൻ കെയർ എന്ന സംഭവമേ എനിക്കില്ല. അപ്പോൾ ഈ വൈപ്സ് പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവം തന്നെയല്ലേ, അത് ഞാൻ യൂസ് ചെയ്യലുണ്ട്. മറ്റേ രണ്ടും ഞാൻ യൂസ് ആക്കാറില്ല. പിന്നെ ഞാൻ നേരെ ഉറങ്ങുന്ന ടൈമാണ്. അപ്പം ഞാൻ കുറച്ച് നേരം പുസ്തകം വായിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. അപ്പോൾ അത്രയുള്ളൂ.